വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഏപ്രിൽ 1 മുതൽ LIC പോളിസികൾ എടുക്കുമ്പോൾ വന്നിട്ടുള്ള ചില സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ച് വിവരിക്കാനാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. LIC പോളിസി എടുക്കുന്ന എല്ലാവർക്കും ബാധകമായിട്ടുള്ള ചില സുപ്രധാന മാറ്റങ്ങളാണ് ഇപ്പോൾ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊന്നാമത്തെ മാറ്റം വരുത്തിയിരിക്കുന്നത് ബാങ്ക് ഡീറ്റെയിൽസ്. നമ്മൾ പോളിസി എടുക്കുമ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാ പോളിസികളിലും നിർബന്ധമായിട്ടും ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജോ അല്ലെങ്കിൽ ഒരു ക്യാൻസൽഡ് ചെക്ക് ലീഫോ നമുക്ക് നിർബന്ധമായിട്ടും എല്ലാ പോളിസികളുടെ കൂടെയും അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ വന്നിട്ടുള്ളൊരു മാറ്റം, നമ്മളെല്ലാ പോളിസികളുടെയും കൂടെ പ്രീമിയം ഒരു വർഷത്തിൽ 50,000 മുകളിൽ പോകുന്നുണ്ടെങ്കിൽ പാൻ കാർഡിൻ്റെ കോപ്പി നിർബന്ധമായിട്ട് നമ്മൾ LICയിൽ സബ്മിറ്റ് ചെയ്യണം. പാൻ കാർഡിൻ്റെ കോപ്പി വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് 50,000 മുകളിലുള്ള ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാൻഡേറ്ററി ആയിട്ടുള്ളത് 1,00,000 മുകളിൽ വരുന്ന പ്രീമിയങ്ങൾക്കെല്ലാം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാൻഡേറ്ററി ആയിട്ട് വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് 1,00,000 മുകളിലുള്ള പ്രീമിയങ്ങൾ അടയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ പോളിസികളുടെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ LIC പോളിസി എടുക്കുന്ന എല്ലാവരും ഇത്തരം മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.